4 ദിവസങ്ങളായിട്ട് സിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ വരെ ഇല്ല. അതാണ് ഈ ചോദ്യങ്ങളിൽ ഉയർന്ന. നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല. നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറാകുന്നത്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ച് അവിടെ കയറി ഇരിക്കാൻ പോവുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളുടെ മനോഭാവം, ഓരോ ദിവസം കഴിയുന്തോറുമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായി LDFന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്വീകാര്യതയിലേക്ക് LDF ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരു പുകമറയും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ സുതാര്യമായ നിലയാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയ വിരുദ്ധ നിലപാടാണ്. ഒരു വർഗീയതയുമായും കൂട്ടുകൂടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒരു വർഗീയതയുടെയും താല്പര്യം സംരക്ഷിക്കാനും ഞങ്ങളില്ല. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. അതാണല്ലോ ഇവിടുത്തെ തെളിവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഈ 10 വർഷമായി ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായിട്ട്? ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? LDFന്റെ സുതാര്യമായ നിലപാടല്ലേ, വർഗീയ വിരുദ്ധ നിലപാടല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ? ഏതെങ്കിലും വർഗീയ ശക്തിയായിട്ട് ചാരി നിൽക്കുന്ന നില ഇവിടെ സ്വീകരിക്കുന്നില്ലാലോ. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? അപ്പൊ അതെല്ലാം നാടിന്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളെ മേലെ അത്തരത്തിലുള്ളതൊന്നും ചാർത്താമെന്ന് ആരും കരുതണ്ട. മത്സരിക്കാൻ AICC നേതാക്കൾ തന്നെ നേരിട്ട് കോഴ വാങ്ങിയെന്ന് കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് തന്നെ പറയുന്നു. നേരത്തെ KC വേണുഗോപാലായിരുന്നു. ഇപ്പൊ കൊടിക്കുന്നിൽ ശ്രീകാന്തിന് ശേഷം ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ PA തന്നെ പണം വാങ്ങി നേരിട്ടുള്ള വാർത്തകൾ വരും. ഇപ്പോഴും AICC ലീഡർഷിപ്പ് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. CM ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണല്ലോ. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് AICC നേതൃത്വം ഗൗരവമായിട്ട് എടുക്കാത്തത്? ഇവരുടെ എല്ലാം ബന്ധപ്പെട്ട വളരെ അടുത്ത് വേണ്ടപ്പെട്ടവരും നേതൃനിരയിലുള്ളവരുമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ചയാള് കോൺഗ്രസിന് വേണ്ടാത്തയാളല്ലോ. അവിടുത്തെ മുൻ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവാണല്ലോ. അതിന് അവര് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോടികൾ കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധപ്പതനമായിട്ടല്ലേ അത് വരുന്നത്? ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോട ചോദിക്കുക എന്നുള്ളത് അതല്ലേ വരുന്നത്. ഇത് തെളിവുകളോടുകൂടിയല്ലേ പറയുന്നത്. അക്കൗണ്ടിലാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളടക്കം വരുമ്പോൾ കൃത്യമായ വിശദീകരണം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ബാധ്യതയുണ്ടല്ലോ. ഇതേവരെ AICC നേതൃത്വം എന്തെങ്കിലും പറഞ്ഞോ? AICC നേതൃത്വത്തിന്റെ വക്താക്കളായി നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് യാതൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ തൽക്കാലം മറുപടി ഇല്ല എന്നുള്ളതല്ലേ വരുന്നത്. ആ മൗനം കൊണ്ട് കുറ്റം തെളിയല്ലേ? അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഇത് സംബന്ധിച്ച് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയോ അതുപോലെ പ്രതിപക്ഷമോ ഒരക്ഷരം FCR നിയമ ഭേദഗതിക്കെതിരെ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്കിടെ പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്കിടയിലൊക്കെ വലിയ ആശങ്കയുണ്ടാക്കും. ഇതിന്റെ അകത്ത് ദുരുദ്ദേശം എന്തെന്നാണ് ആരോപിക്കപ്പെടുന്നത്. CM അടക്കം അതിനെതിരെ പാർട്ടിയും അതിനെതിരെ പ്രമേയം പ്രസ്താവിക്കുന്നു. പക്ഷെ പ്രതിപക്ഷം ഒരു അക്ഷരം ഇടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് വല്ലാത്ത ആശങ്ക വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വാഭാവികമായും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു.
അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. ഇപ്പൊ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോ ചില ക്രൈസ്തവ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണങ്ങളുണ്ട്. ധാരാളം മിഷണറിമാരുടെ പ്രവർത്തനം നടക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള പണം വരുന്നു, അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നല്ല തരത്തിൽ ആളുകളെ സേവിക്കുന്ന നിലയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ചില ആശുപത്രികളെടുത്താൽ മറ്റു ചില ആശുപത്രികളിൽ വലിയ ചാർജ് ഈടാക്കുമ്പോൾ ഇത്തരം ചില ആശുപത്രികൾ ന്യായമായ നിലക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണല്ലോ അത്. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അതൊന്നും സർക്കാർ കൊടുക്കുന്ന കാശിന്റെ ഭാഗമായിട്ടല്ലല്ലോ.